ഞാൻ വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൊണ്ടാണ് വന്നിരിക്കുന്നത്. പുഴമീനാണോ? ഫ്രഷ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഫ്രഷ് പുഴമീൻ. കത്തിക്കുവാണെങ്കിൽ നമുക്ക് ചളിയിലേക്ക് കത്തിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാ. ചളിയുടെ മേളിൽ ചളി അടിക്കല്ലേ തുടങ്ങി. എനിക്ക് നാണക്കേട് തോന്നുന്നു ഇങ്ങനെ ഒരാളുടെ കൂടെ സോഫ ഷെയർ ചെയ്യാൻ. നീ എണീറ്റ് പൊക്കോ, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നോളാം. നിങ്ങൾ വഴക്കടിക്കില്ലേ? ഞാൻ എന്നെ ചോദിക്കാൻ വന്നേരം ഞാൻ എന്റെ ഫോണിൽ നോക്കിയപ്പോ പഴയ മെമ്മറീസ് ഒക്കെ വന്നതിന്റെ കൂട്ടത്തില് എന്റെ ഫോണിൽ ഞാൻ പണ്ടെടുത്ത ഒരു ഫോട്ടോ റീകളക്ട് ചെയ്ത് വന്നു. അതായത് പെണ്ണ് കാണലിന്റെ അന്ന് ഞാൻ ഒരുങ്ങിയിട്ട് എന്റെ ഫ്രണ്ടിന് ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഇത് കൊള്ളാവോ എന്ന് ചോദിച്ചതിന്റെ ഫോട്ടോ മെമ്മറി ആയിട്ട് വന്നു. സത്യം ഇവിടെയുള്ള എല്ലാരും കല്യാണം കഴിഞ്ഞവരും ഉണ്ട്, കല്യാണം കഴിക്കാത്തവരും ഉണ്ട്. ചെന്നാലും ഈ പെണ്ണ് കാണല് അല്ല പെണ്ണ് കാണാൻ പോയിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഇതിൽ ആരൊക്കെ പെണ്ണ് കാണൽ ചടങ്ങിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണ്? അഖിൽ ഇതുവരെ പെണ്ണ് കാണാൻ പോയിട്ടില്ല. അഖിൽ, എനിക്ക് പെണ്ണ് കാണാൻ പോയിട്ടില്ല. കൂട്ടുകാരനെ ഞങ്ങൾക്ക് അറിയാം. സ്വന്തമായിട്ട് പോയിട്ടുണ്ടോ? ഞാൻ ഒറ്റപ്പെട്ടല്ലേ. ഒറ്റപ്പെട്ടു. സ്വന്തമായിട്ട് പോയിട്ടുണ്ടോ? സ്വന്തമായിട്ട് ഞാൻ പോയിട്ടില്ല. അപ്പൊ വേണ്ട. ഡൈന പറ, ഡൈന എത്ര പെണ്ണ് കാണൽ, അത് എത്ര പേര് വന്ന് കണ്ടിട്ടുണ്ടാവും? അങ്ങനെയല്ല, പെണ്ണ് കാണൽ പാരന്റ്സ് വന്ന് കണ്ടിട്ടുണ്ട്. ഓക്കെ, അത് വീട്ടിൽ വെച്ചിട്ടല്ല, പുറത്ത് വെച്ചിട്ടാണ്. ഭയങ്കര ഓക്വേർഡ് മൊമെന്റ്സ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എനിക്ക് തോന്നുന്നു അന്നൊരു വല്ലാത്ത ഒരു ടെൻഷനോ എന്താന്ന് പറയാ അതുണ്ടായിരുന്നു. മനസ്സിലായ കൈയൊക്കെ തണുത്തിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫിൽറ്ററിന്റെ ഫോട്ടോ ആയിരുന്നു ഫോട്ടോ അയച്ചു. ഒരു ഐസ് ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞു. നമുക്ക് അവരെ ലൈക്ക് അവർക്ക് നമ്മളെ ഇഷ്ടമായോ, നമുക്ക് അവരെ ഇംപ്രസ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി രസമുള്ളൊരു ഫീൽ ആയിരുന്നു അത്. നൈസ്. ബിനുചേട്ടൻ എന്നായിരുന്നു? ബിനുചേട്ടാ പെണ്ണ് കാണാൻ പോയതാണോ? ആ പെണ്ണ് കാണാൻ പോയതാ. ഇത് അതന്നെയാണോ കെട്ടിയേ? അന്തമാതിരി. പെണ്ണ് കാണാൻ പോയെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ മൂത്ത പെങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ പാകത്തിന് ആര് പ്രായമായി നിന്നാൽ അവരെ കല്യാണം കഴിപ്പിച്ചു. ഇതേപോലെ പുള്ളിക്കാരത്തി അവിടെ ഒരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അളവ് നോക്കിയിട്ട് എങ്ങും കിട്ടിയില്ല. അപ്പോഴേ എന്റെ മുഖം മനസ്സിലാവും. ഞങ്ങള് ആരോടും പറയാതെ അത് അവിടെ പറഞ്ഞു പെണ്ണ് ഒരുങ്ങി നിൽക്കുക. അപ്പൊ അവന്റെ ശാലീന സൗന്ദര്യം പക്കയായിട്ട് കാണാലോ എന്നുള്ള രീതിയിൽ ഞങ്ങള് ചെല്ലുമ്പോ പെണ്ണവിടെ ഇല്ല. സർപ്രൈസ് ആയിട്ട് ഞാനാണെങ്കിൽ ഐശ്വര്യ റായിക്ക് വരെ കുറ്റം പറഞ്ഞ ആളാണ്. എന്റെ കോലം കാണണം, അത് പറയണ്ട, അത് പോട്ടെ. അവ ചെല്ലുമ്പോ പെണ്ണവിടെ ഇല്ല. പെണ്ണ് പാറമടയിൽ തുണി അലക്കാൻ പോയേക്ക് വന്നു. നാട്ടിൻപുറമായതുകൊണ്ട് അപ്പൊ കൊച്ചൊരു വരവ് വന്നിട്ട് അത് അങ്ങനെയൊക്കെ പോയി. എത്ര പെണ്ണുകളെ ചടങ്ങ് എത്ര പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടാവും? ഒറ്റൊരെണ്ണം, ഈ കുട്ടീനെ മാത്രം. അത് കഴിഞ്ഞ് പിന്നെ വേറെ ആരും കണ്ടിട്ടില്ല? വേറെ ആരും കണ്ടില്ല. അപ്പൊ ചേച്ചീനെ എവിടുന്നാ കണ്ടേ? ചേച്ചീനെ ഞങ്ങൾ പ്രണയിച്ച്. എവിടുന്ന്? അത് ഞാൻ അന്നും കലാകാരനാണല്ലോ, ആർട്ടിസ്റ്റ് ആണല്ലോ. അപ്പൊ അങ്ങനെ ഞങ്ങള് എന്റെ കുഞ്ഞുമ്മയുടെ വീടിന്റെ അടുത്താ വൈഫിന്റെ വീട്. അപ്പൊ അടിമാലിയില് ടൗണിൽ വെച്ച് പുള്ളിക്കാരത്തിയെ ജസ്റ്റ് കണ്ടു. കുഴപ്പമില്ലല്ലോ, നമ്മുടെ സങ്കല്പത്തിനൊത്ത ഒരു പെണ്ണാണല്ലോ എന്നൊക്കെ അങ്ങനെ നമ്മൾ ഓർത്തിട്ട് പിന്നെ ഞങ്ങൾ ഒരു സമയത്ത് കുഞ്ഞുമ്മയുടെ വീട്ടിൽ ചെന്ന്. കുഞ്ഞുമ്മയുടെ വീടിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയണേ കുഞ്ഞുമ്മയുടെ വീടിന്റെ അടുത്താണ് പുള്ളിക്കാരത്തിയുടെ വീടെന്ന്. പെട്ടെന്ന് എന്റെ കുഞ്ഞമ്മയോട് ഒരു സ്നേഹം, ആ സ്നേഹം തീർന്നത് കല്യാണം കഴിഞ്ഞ പിന്നെയാ. അതിന് ശേഷം ഞാൻ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയിട്ട് ശ്വേതാജി എന്താ ഹസ്ബൻഡിനെ വിളി? കണ്ണ വിനോദ്. അതിന് മുമ്പ് യു ഹാഡ് എനി സ്പെഷ്യൽ നെയിംസ്, മറ്റേ പെർട്ടിക്കുലർ നെയിംസ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഒരു ലവ് ലാംഗ്വേജിലെ നെയിം ഉണ്ടായിരുന്നോ? നമുക്ക് അങ്ങനെ ലവ് മാരേജ് ആയിട്ടൊന്നും അല്ല ഉണ്ടായിരുന്നു. ഇറ്റ്സ് മോർ ഓഫ് അറേഞ്ച്ഡ് കം ലവ്. ആൻഡ് ഇഷ്ടണ്ടായിരുന്നു, റെസ്പെക്ട് ഉണ്ടായിരുന്നു. ഫസ്റ്റ് പെണ്ണുകാണൽ ചടങ്ങായിരുന്നു അതോ ഇതിന് മുമ്പ് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ്? ഇതിന് മുമ്പേ എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ബോയ് ഫ്രണ്ട് ബോംബെയില് ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത്, മിസ് ഇന്ത്യ ജസ്റ്റ് ആയ സമയത്ത് എനിക്ക് കൊറേ പ്രപ്പോസൽ വരുന്നുണ്ടായിരുന്നു, കൊറേ. അപ്പൊ അങ്ങനെ അച്ഛൻ ചെന്നൈയില് നമ്മൾ കസിന്റെ കല്യാണത്തിന്റെ സമയത്ത് എനിക്ക് അവിടെ ഒരു സ്കൂൾ പ്രിൻസിപ്പലിന്റെ മോൻ ഹു ഇസ് എ മർച്ചന്റ് നേവി ഓഫീസർ, മൂപ്പരുടെ സാലറി എല്ലാം പറഞ്ഞ് പെൺകാണൽ ചടങ്ങുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഷിവർ ചെയ്യുണ്ടായിരുന്നത്. ഞാൻ ഭയങ്കര പേടിച്ചു പോയി. ബിക്കോസ്
ബോയ് ഫ്രണ്ട് ബോംബെയിൽ വെയിറ്റ് ചെയ്യുന്നു, ഞാൻ ചെന്നൈയിൽ പെണ്ണ് കാണൽ ചടങ്ങ് ഫുൾ ഫാമിലിന്റെ മൂവിയിൽ കാണുന്ന പോലെ എന്നെ വീട്ടിൽ ലോക്കാക്കും എന്നുള്ളത്. അപ്പോ എനിക്ക് പേടിയായി. അപ്പൊ ഞാൻ അച്ഛനോട് പറയുന്നു, അച്ഛാ ഇത് എന്താ നടക്കുന്നത്, ഞാനൊരു കസിന്റെ കല്യാണത്തിന് വരുമ്പോ സഡൻലി പെണ്ണ് കാണൽ ചടങ്ങ്, എന്റെ അടുത്ത് സ്വർണ്ണമൊന്നുമില്ല, എന്റെ ഒരു അമ്മായി എനിക്ക് ജ്വല്ലറി തരുന്നു, ഇയറിംഗ് തരുന്നു, വള തരുന്നു കാണിക്കാൻ വേണ്ടി. അത് എനിക്ക് ഇറ്റ് വാസ് വെരി സ്കേറി, ഭയങ്കര പേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ താങ്ക് ഗോഡ് ഇറ്റ് ഡോട്ട് വർക്ക്. മൂപ്പര് ഒരു അമ്മ മോനായിരുന്നു, എനിക്ക് പറ്റില്ല. അത് ഇറ്റ്സ് എ നൈസ്. എന്റെ അങ്ങനെ ഒരു ഇതില്ല, ബിനുവിന്റെ പോലെ ഒന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. സിമ്പിൾ. വിദ്യ എന്റെ ആണോ? എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ ഇഷ്ടപ്പെടുന്ന ആള് മാത്രം എന്നെ ലൈക്ക്, അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുന്ന ആള് മാത്രം എന്നെ പെണ്ണ് കാണാൻ വരാൻ പാടുള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഓക്വേർഡായിരുന്നു. നന്ദുന്റെ ഫാമിലി മൊത്തം കാസർഗോഡേക്ക് വന്നു. അവർ ആദ്യമായിട്ട് കാസർഗോഡ് വരിക ട്രിവാൻഡ്രത്തുനിന്ന്. എനിക്കാണെങ്കിൽ എൻ്റെ അടുത്ത റിലേറ്റീവ്സ് മാത്രം ഒരു 50 പേരാ. ഇവര് വരുമ്പോഴത്തേക്ക് എന്റെ മിറ്റത്തും എല്ലായിടത്തും ആൾക്കാര്. ഇവരാണെങ്കിൽ പേടിച്ചിട്ട് ഞാൻ ആ പെണ്ണ് കാണലിൽ ഒരു മൊമെന്റിൽ പോലും മുഖത്തേക്ക് നോക്കിയിട്ട് ഞാൻ നോക്കിയിട്ടില്ല. പേടിച്ചിട്ടേ നമ്മളുടെ പ്രൂഫ് ഉണ്ട്. രാഹുൽ പറഞ്ഞു അങ്ങനെ ഒന്നും നടത്തില്ല. 6 വർഷം കൊണ്ട് ആ മുഖമല്ലേ കണ്ടോണ്ടിരിക്കുന്നത്. ഇവർക്ക് ഭക്ഷണം വിളമ്പി, ചോറില് മറ്റേ ഇലയൊക്കെ ഇട്ട് വിളമ്പിയപ്പം, ചോറിലല്ലയോ ഇട്ട് വിളമ്പിയപ്പം ഇല എടുക്കണമല്ലോ. ഇല എടുക്കുമ്പോ ഞാൻ പറഞ്ഞു, എടാ നീ, ഞാൻ ഇങ്ങനെ നിക്കുവാ, നന്ദു ഇവിടെ നിന്ന് കഴിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ നീ എടുക്കണ്ട, ഞാൻ എടുത്തോളാന്ന് പറഞ്ഞു. എന്റെ അച്ഛന്റെ മൂത്ത ഏട്ടന്റെ ഭാര്യ ഓടി വന്നിട്ട്, നീ എന്താ വിളിച്ചേ? ഞാൻ എടാ അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല, ചേട്ടാന്ന് ഇനി മുതൽ വിളിക്കാൻ പാടില്ല. അതിനുശേഷം ഇന്ന് എനിക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ നന്ദു ചേട്ടാ മാത്രമേ വിളിക്കാറുള്ളൂ, ആവശ്യങ്ങൾക്ക് മാത്രം. ഞാൻ യൂസ് ചെയ്യാം. ഈ ചേട്ടാന്ന് പറഞ്ഞപ്പോ ഇത് എന്റെ കൂടി നടന്നിട്ടുണ്ട്. എന്റെ കല്യാണം കഴിഞ്ഞപ്പോ എന്റെ ഫാമിലി ശ്രീ ഒന്നും പറയാ, കണ്ണാന്നൊന്നല്ല വിളിക്കുക, ഏട്ടാന്ന്. എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസം എന്റെ കുറച്ച് ഇന്റർവ്യൂസ് ഉണ്ട്. അതില് ഞാൻ പറഞ്ഞു ഏട്ടൻ ഇങ്ങനെ പറഞ്ഞു, ഏട്ടൻ അതില് ശ്രീന്റെ മുഖഭാവം കാണണം. ഇന്ന് വരെ കേൾക്കാത്തൊരു ഇത് ആര് ഏട്ടൻ, എവിടുത്തെ ഏട്ടൻ. അപ്പൊ ആൾക്കാരുടെ മുമ്പില് ഞാൻ അല്ല ഏട്ടൻ അവിടെ ഉണ്ട്, അല്ല ഏട്ടൻ ഇപ്പൊ വരും. അപ്പൊ ശ്രീ എന്തോ അടിച്ചേൽപ്പിച്ചൊരു ഫീൽ അല്ലേ, കളിയാക്കണ പോലെ തോന്നുന്നു. ശ്രീവിദ്യനെ എന്നാ തിരിച്ചു വിളിക്കുന്നേ രാഹുലോ? എന്നെ വിളിക്കുന്നേ മങ്കു. എന്നെ പല സന്ദർഭങ്ങളിലും പലതാണ്. ആദ്യം പ്രേമിച്ചോണ്ടിരുന്ന സമയത്ത് എന്നെ വിളിച്ചോണ്ടിരുന്നത്, എനിക്ക് ഇത് പറയാൻ പാടണ്ടോന്ന് അറിയില്ല, കുംബൂച്ചാന്ന്. എനർജി കമ്പൂച്ച. അല്ല എനിക്ക് അങ്ങനെ ആയിരിക്കും ചിലപ്പോ. ഈ രാഹുൽ തിരുവനന്തപുരത്ത് അവിടെ ഈ കുന്നം പൂച്ച എന്ന് പറയും. ഈ മറ്റേ അത് അടുക്കളയിൽ കയറി ഉണക്കമിനൊക്കെ കഴിച്ചുകൊണ്ടുള്ള പൂച്ചയെന്ന് അങ്ങനെ പറയാറുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ചിലപ്പോ പറഞ്ഞതായിരിക്കണം ഈ കുംബൂച്ച. പിന്നെ എല്ലാം വിളിക്കും, അതും വിളിക്കും, എല്ലാം വിളിക്കും. സിറ്റുവേഷൻ അനുസരിച്ച് വീട്ടിൽ അതേ സിറ്റ് ഔട്ടിൽ വെച്ചാൽ വിളിക്കും. സൂപ്പർ. പക്ഷെ എന്റെ വീട്ടില് ഞാൻ കേറി ചെന്നാൽ ഒരു കരിയില പോലും അനങ്ങില്ല. ഫുള്ള് കരിയിലെ തൂത്ത് ഇല്ലെങ്കിൽ അകത്ത് കേട്ടില്ല, പുള്ളിക്ക് ചോറ് കൊടുക്കൂല. അതുകൊണ്ട് വീട്ടിൽ ചെന്നോടനെ ഫുള്ള് കരിയില തൂത്തിട്ട് പുള്ളി കയറി ചെല്ലി ഇവ ചോറ് കൊടുക്കും, കഴിച്ചിട്ട് വിടാതെ പോയി കിടന്നു. അതിന്റെയായിരുന്നു പറയാൻ വന്നത്. അതാണ് പറയാൻ വന്നത് അവൻ. അത് പറയുന്നതാണോ? ഒരു കാര്യം പറയട്ടെ, എന്താ ഇത് ഇവിടെ ചളി, ഇവിടെ തന്നെ കൗണ്ടർ. വാട്ട് ഹാപ്പൻഡ്? എനിക്കറിയാം. അല്ല, ഒരു മിനിറ്റ് എലീനയുടെ കാര്യം. ഞാൻ റൂത്തിനെ വിളിക്കുന്നത്, റൂത്ത് എന്നെ വിളിക്കുന്നത് ഒരേ പേരാണ്. അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാല് എന്റെ ഫ്രണ്ട് സർക്കിൾ മൊത്തം നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു. അവർക്ക് ആകെ അറിയാവുന്ന ഒരു മലയാളം വാക്ക്, ഒരു ലവ് ലാംഗ്വേജ് എന്നുള്ള ഒരു വാക്ക് ചക്കര എന്നുള്ളതാണ് അവർക്ക് ആകെ അറിയാവുന്നത്. അതിനെ ഷോർട്ട് ചെയ്ത് ചക്കു എന്നാക്കി. അപ്പൊ അന്ന് മുതൽ എന്തെങ്കിലും പറയും, ഹേ യോ ചക്കു ഇസ് കമ്മിങ്, യോ ചക്കു ഇസ് ഡൂയിങ് ദാറ്റ് എന്ന് പറഞ്ഞു ഞാൻ റൂത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചക്കു ചക്കു എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് അമ്മ അപ്പനേക്ക് പറഞ്ഞു, ഈ ചക്കു ചക്കു എന്ന് ഇവിടെ പോയി തരാമോ, ഈ ചക്കു ചക്കു ഭയങ്കര അലമ്പാവുണ്ട്. ഞങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചക്കു ആൻഡ് ചക്കു എന്നാണ് വിളിക്കുന്നത്. ഓക്കെ ഗൈസ്, അഖിലിന് വേണ്ടി നമുക്കൊരു പെണ്ണാണൽ ചടങ്ങ് ഇവിടെ നടത്താം. എനിക്ക് വേണ്ടിട്ടോ ഒരു വെറൈറ്റി പെണ്ണാണൽ ചടങ്ങ്. ഇവൻ കല്യാണം കഴിച്ച് 5 പിള്ളേരുണ്ടെങ്കിലും ഇവന്റെ പേരെന്നാന്നറിയോ? കുട്ടിയാക്കിൽ. അച്ഛന്റെ പേരെന്താ? കുട്ടിയാക്കിൽ. എന്റെ മക്കൾക്കൊക്കെ പോയി അഭിമാനത്തോട് പറഞ്ഞൂടെ? സൂപ്പറായിട്ട്. നീ ആദ്യം പോയി കെട്ട്.